2025 ജനുവരി വീക്ക് 1 കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം യുഎന്നുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ഒന്ന്, 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. കോഓപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ്. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര ഹിമാനി ദിനമായി UN ആചരിക്കാൻ തീരുമാനിച്ചതെന്നാണ്? മാർച്ച് 21. ഹിമാനി ദിനം മാർച്ച് 21. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആണ്. ലോക ജലദിനത്തിന്റെ പ്രമേയം ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആണ്. അടുത്തത്, 2025 ആചരിക്കുന്നത് വേറെ 2 വർഷങ്ങൾ കൂടെ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അതിലൊന്ന് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം, ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. മറ്റൊന്നാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ. ഇങ്ങനെ 2 വർഷമായിട്ടും 2025 ആചരിക്കുന്നുണ്ട്. അടുത്തത്, UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക്, അതായത് UNFCCC ഇന്ത്യയുടെ 4ാമത് ബിനിയൽ അപ്ഡേറ്റ് സമർപ്പിച്ചു. ഇത്രയുമാണ് യുഎന്നുമായി ബന്ധപ്പെട്ട പോയിന്റ്സ്. അടുത്തത് കണ്ടെത്തൽ എന്നുള്ളൊരു സെക്ഷനാണ്. ആദ്യത്തെ പോയിന്റ്, പുതിയ ഇനം മത്സ്യത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയാണ് കണ്ടെത്തിയത്? ചാലക്കുടി പുഴയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിൽ നിന്ന് പുതിയ ഇനം മത്സ്യത്തെ കണ്ടെത്തിയിട്ടുണ്ട്. മത്സ്യത്തിന്റെ ശാസ്ത്ര നാമമാണ് ഹൊറബാഗ്രസ് ഒബ്സ്ക്യൂറസ്. ഹൊറബാഗ്രസ് ഒബ്സ്ക്യൂറസ് എന്ന ശാസ്ത്രനാമത്തിലുള്ള മത്സ്യത്തിനെയാണ് കണ്ടെത്തിയത്. അത് യെല്ലോ കാറ്റ്ഫിഷ് വിഭാഗത്തിൽ പെടുന്നു. യെല്ലോ കാറ്റ്ഫിഷ് വിഭാഗം. കണ്ടെത്തിയത് ആരാണ്? ICAR NBFGR എന്ന സ്ഥാപനത്തിലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. അതിലെ ഈ ഫുൾ ഫോം എന്താണ്? ICAR നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ്. അവിടുത്തെ ഗവേഷകരാണ് ഈ മത്സ്യത്തെ കണ്ടെത്തിയത്. ഈ മത്സ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഹൊറബാഗ്രസ് നൈഗ്രിക്കോളറിസുമായി ആവാസ വ്യവസ്ഥ പങ്കിടുന്നു. ഇതാണ് ഈ ഒരു പുതിയതായി കണ്ടെത്തിയ മത്സ്യത്തിന്റെ പ്രത്യേകത. അടുത്തതായിട്ട് കണ്ടെത്തിയ പോയിന്റ് ആണ് പാവൽ ഹൈബ്രിഡ് ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. പാവലിലെ ഹൈബ്രിഡ് ഇനങ്ങൾ പുതിയതായിട്ട് വികസിപ്പിച്ചു. ആ 2 ഇനങ്ങളുടെ പേരാണ് പ്രജനി, പ്രഗതി. പ്രജനി കടും പച്ച നിറത്തിലും പ്രഗതി ഇളം പച്ച നിറത്തിലുമാണ്. ആരാണ് വികസിപ്പിച്ചത്? കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര. അവരാണ് വികസിപ്പിച്ചത്. ഇനി ഇതിന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ പേരാണ് ഗൈനീഷ്യസ് സാങ്കേതിക വിദ്യ. ഈ സാങ്കേതിക വിദ്യയിലൂടെയാണ് പാവലിനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ഗൈനീഷ്യസ് എന്താണെന്ന് ചോദിച്ചാൽ പെൺപൂക്കൾ മാത്രമുണ്ടാകുന്ന ചെടികളുടെ പ്രജനനമാണ് ഗൈനീഷ്യസ് എന്ന് പറയുന്നത്. ഈ ഒരു സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത് തേനീച്ചകളെയാണ്. തേനീച്ചകൾ വഴി പരാഗണം നടത്തി ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഗൈനീഷ്യസ്. നേരത്തെ ഈ സാങ്കേതിക വിദ്യ കക്കിരിയിൽ ഉപയോഗിച്ച് വിജയിച്ചിട്ടുണ്ട്. അടുത്ത കാറ്റഗറിയിൽ 2 പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ്. പുസ്തകത്തിന്റെ പേരാണ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ്. പുറത്തിറക്കിയത് ICHR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഇവരാണ്, ഈ സ്ഥാപനമാണ് ഈ പുസ്തകം പുറത്തിറക്കിയത്. അതിന്റെ എഡിറ്ററിന്റെ പേരാണ് രഘുവേന്ദ്ര തൻവർ. പ്രകാശനം ചെയ്തത് അമിത് ഷായാണ്. അടുത്ത പുസ്തകമാണ് കടൽ പോലൊരാൾ. ഇത് EK ഇമ്പിച്ചി ബാവയുടെ ജീവചരിത്രമാണ്. ആരാണ് EK ഇമ്പിച്ചി ബാവ? സ്വാതന്ത്ര്യ സമര സേനാനിയും CPIM സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്നു EK ഇമ്പിച്ചി ബാവ. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് കടൽ പോലൊരാൾ. എഴുതിയത് മുഷ്താഖാണ്. മുഷ്താഖ് ഇമ്പിച്ചി ബാവയുടെ മകനാണ്. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഡിസ്നി ലാൻഡ് മോഡലിൽ വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? അതിരപ്പള്ളിയിലാണ്. ഡിസ്നി ലാൻഡ് മോഡലിൽ വിനോദസഞ്ചാര പദ്ധതി അതിരപ്പള്ളി. അടുത്തത് ഇടം എന്ന ഒരു പദ്ധതിയാണ്. ഇടത്തിന്റെ ഫുൾ ഫോം ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് മൂവ്മെന്റ്. അതാണ് ഇടം. ആർക്ക് വേണ്ടിയാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. പന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് ബങ്ക് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഇടമാണ്. ഭിന്നശേഷിക്കാരുടെ സാമ്പത്തിക ശാക്തീകരണമാണ് ലക്ഷ്യമിടുന്നത്.
ഇങ്ങനെ പന വിൽപ്പനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ബങ്കുകളുടെ അല്ലെങ്കിൽ വിൽപ്പനാ കേന്ദ്രങ്ങളുടെ പേരാണ് ഇടം പോയിന്റ്. ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അതാണ് ഇടം പദ്ധതി. അടുത്ത പോയിന്റ് സ്കിൻ ബാങ്ക്. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നു തിരുവനന്തപുരത്ത്. അടുത്തത് റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ. അതിന്റെ പേരാണ് ജി ഗേറ്റർ പീഡിയാട്രിക്സ്. ഇതെന്തിനാണുള്ളത്? കുട്ടികളിലെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിന് തുടങ്ങിയ ഒരു ഗേറ്റ് ട്രെയിനറാണ് ജി ഗേറ്റർ പീഡിയാട്രിക്സ്. ഇതെവിടെയാണ്? കേരളത്തിലാണ് വന്നിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മന്ത്രി വീണ ജോർജ് ആണ്. 8ാമത് അന്താരാഷ്ട്ര ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്? തൃശ്ശൂരിലാണ് 8ാമത് അന്താരാഷ്ട്ര ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ തൃശ്ശൂർ. അടുത്തത് ലിംഗഭേദമില്ലാതെ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി. അങ്ങനെ ഒരു പ്രധാന കാര്യം സംഭവിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലാണ് ലിംഗഭേദമില്ലാതെ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിയത്. ആ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പദത്തിന് പകരം സേനാംഗം എന്ന വാക്ക് ഉപയോഗിച്ചു. അടുത്ത പോയിന്റ് ആണ് ക്യാമ്പസിൽ വ്യവസായശാല എന്ന പദ്ധതിയിലെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിച്ചു. ക്യാമ്പസിൽ വ്യവസായശാല എന്ന പദ്ധതിയാണ്. അതിലെ ആദ്യ യൂണിറ്റ് എവിടെയാണ് ആരംഭിച്ചത്? പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ്. ഇനി എന്തിന്റെ യൂണിറ്റ് ആണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ജെൻ റോബോട്ടിക്സ് എന്ന ഒരു കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റ് ആണ് എവിടെ ആരംഭിച്ചത്? പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ. പദ്ധതിയുടെ പേര് ക്യാമ്പസിൽ വ്യവസായശാല. അടുത്തത് സമന്വയ എന്ന പദ്ധതിയാണ്. എവിടെയാണ് ആരംഭിച്ചത്? കോഴിക്കോട് കോർപ്പറേഷനിലാണ്. എന്തിനു വേണ്ടിയാണ്? അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. അതിദരിദ്രര് അങ്ങനെ ഒരു വിഭാഗം ഇല്ലാതെയാക്കുക, അതുപോലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിയുള്ളവർക്കും സൗഹൃദമായിട്ടുള്ള നഗരമാക്കി മാറ്റുക. ഇതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പദ്ധതിയുടെ പേരാണ് സമന്വയ. ആരാണ് ആരംഭിച്ചത്? കോഴിക്കോട് കോർപ്പറേഷൻ ആണ് ആരംഭിച്ചത്. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഒന്നാമത് 60 വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങളും ഇതിൽ ഉൾപ്പെടും. രണ്ടാമത് കിടപ്പിലായ എല്ലാ രോഗികളും ഉൾപ്പെടും. ആ രോഗികളുടെ പ്രായം പരിഗണിക്കില്ല. അങ്ങനെയുള്ള കിടപ്പിലായ ഏത് രോഗിക്കും ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കും. അടുത്ത പോയിന്റ് 2025 ദേശീയ സരസ് മേളയുടെ വേദി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം സരസ് മേള എന്ന പേരിൽ വേറെ ഒരു മേളയുണ്ട്, സരസ് ആജീവിക മേള. അത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേരളവുമായി ബന്ധപ്പെട്ട സരസ് മേളയാണ്. അത് ചെങ്ങന്നൂരിലാണ്, ആലപ്പുഴയിലെ ചെങ്ങന്നൂരാണ് ദേശീയ സരസ് മേള. അതിന്റെ സംഘാടകർ കുടുംബശ്രീ മിഷനാണ്. അടുത്ത പോയിന്റ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200ാം ജന്മവാർഷികം ആഘോഷിച്ചു. അത് വേറെ ഒരു പോയിന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് 2024 150ാം ചരമവാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വർഷം 200ാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത്. അടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരത്താണ്. പ്രധാന വേദിയുടെ പേര് MT നിള എന്നാണ്. ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തങ്ങൾ പ്രധാനമാണ്. അത് ഏതൊക്കെയാണ്? മംഗലംകളി, പണിയ നൃത്തം, മലപുലയ ആട്ടം, ഇരുള നൃത്തം. ഇത്രയും നൃത്തങ്ങളാണ് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഇതിന്റെ റിസൾട്ട് സ്വർണ്ണക്കപ്പ് നേടിയത് ആരാണ്? തൃശൂർ ജില്ലയാണ്. 1008 പോയിന്റ് നേടി. രണ്ടാമത് പാലക്കാട്, മൂന്നാമത് കണ്ണൂർ. അടുത്ത പോയിന്റ് കേരളത്തിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിച്ചു. വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിച്ചത് ജനുവരി 1 മുതൽ 7 വരെയാണ്. ആരാണ് നടത്തിയത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയത്. എന്താണ് ലക്ഷ്യം? പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയലാണ് ഈ കേരളത്തിലെ വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന്റെ ലക്ഷ്യം. അടുത്തത് സ്ഥാനാരോഹണം എന്ന സെഗ്മെന്റ് ആണ്. അതിൽ ആദ്യത്തെ പോയിന്റ് ഇന്ത്യൻ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ മേധാവിയായത് ആരാണ്? എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയത് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ഭുവനേഷ് കുമാറാണ്.
FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ്? അശുതോഷ് അഗ്നിഹോത്രിയാണ്. അടുത്തത് കേരളത്തിന്റെ ഗവർണർ. കേരളത്തിന്റെ 23ാമത് ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ്. മുൻപ് ആരായിരുന്നു? ഇതിന്റെ തൊട്ട് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അദ്ദേഹം ഇനി നമ്മുടെ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ബീഹാർ ഗവർണറായിട്ട് ചുമതലയേൽക്കും. അടുത്തത് ISROയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ISROയുടെ 100ാമത്തെ വിക്ഷേപണം. ഇതൊരു പ്രധാന മൈൽ സ്റ്റോൺ ആണ്. 100ാമത്തെ വിക്ഷേപണത്തിന്റെ പേരും പഠിക്കണം, ആ ദൗത്യത്തിന്റെ പേരും ഇമ്പോർട്ടന്റ് ആണ്. വിക്ഷേപണത്തിന്റെ പേര് GSLV NVS-02. ദൗത്യത്തിന്റെ പേര് GSLV F-15. ജനുവരി 29, 2025 ഈ വിക്ഷേപണം നടന്നത്. എവിടെ വെച്ചാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ഇത് എന്തിനു വേണ്ടിയാണ്? നാവിക് റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം. നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റമാണ് നാവിക്. അതിന് വേണ്ടിയിട്ടുള്ള വിക്ഷേപണമാണ് ഇത്. ഈ സമയത്തെ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദൗത്യമാണ് ഇത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചാലും ഡോക്ടർ വി നാരായണന്റെ ആദ്യത്തെ ദൗത്യം ഏത് എന്ന് ചോദിച്ചാലും ഈ ദൗത്യത്തിന്റെ പേര് കൊടുക്കാവുന്നതാണ്. അടുത്ത പോയിന്റ്, PSLV C-60 സ്പെയ്ഡെക്സ് ദൗത്യത്തിന്റെ OM-4 മൊഡ്യൂൾ വിക്ഷേപിച്ച തീയതി 30 ഡിസംബർ 2024. PSLV C-60 സ്പെയ്ഡെക്സ് ദൗത്യം അതിന്റെ തന്നെ OM-4 എന്ന മൊഡ്യൂൾ വിക്ഷേപിച്ച തീയതിയാണ് 30 ഡിസംബർ 2024. ISROയുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു മെയിൻ പോയിന്റ് ആണ് ഇന്ത്യാസ് ഫസ്റ്റ് സ്പേസ് റോബോട്ടിക് ആം RRMTD. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസിലെ റോബോട്ടിക് ആം ആണ് RRMTD. അത് ആക്ടിവേറ്റഡ് ആസ് പാർട്ട് ഓഫ് ദ POEM-4 മിഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ POEM-4 മിഷന്റെ ഭാഗമായിട്ടാണ് ആക്ടിവേറ്റ് ചെയ്തത്. അത് PSLV C-60 സ്പെയ്ഡെക്സ് മിഷന്റെ ഭാഗമാണ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി RRMTDയുടെ ഫുൾ ഫോം റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. അതാണ് RRMTD. എവിടെ വെച്ചാണ് ഇത് നിർമ്മിച്ചത്? അത് ഇമ്പോർട്ടന്റ് ആണ്. ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ RRMTD നിർമ്മിച്ചത്. ഓക്കെ, ഇത് ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റിന്റെ ഷോർട്ട് ഫോം ആണ്, IISU. അടുത്തത് ISROയുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ്, ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചു. ISRO എന്താണ്? പയർ വിത്തുകളാണ് മുളപ്പിച്ചത്. മുളപ്പിക്കാൻ ഉപയോഗിച്ച ഉപകരണമാണ് ക്രോപ്സ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ്. ഓക്കെ, ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വിള എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. അപ്പൊ ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. പയർ ഒരു വിളയാണല്ലോ. ക്രോപ്സ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് മുളപ്പിച്ചത്. ISROയുടെ POEM-4 ദൗത്യത്തിന്റെ ഭാഗമായാണ് മുളപ്പിച്ചത്. അപ്പൊ POEM-4ന് രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ഇപ്പൊ പറഞ്ഞു, RRMTD എന്ന റോബോട്ടിക് ആം. പിന്നെ ഈ ഒരു പയർ വിത്തുകൾ മുളപ്പിച്ച ദൗത്യം എന്തിന്റെ ഭാഗമാണ്? POEM-4 ദൗത്യത്തിന്റെ ഭാഗമാണ്. ISROയുടെ PSLV C-60 സ്പെയ്ഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതിന്റെ തീയതി 30 ഡിസംബർ 2024. അടുത്തത് വിയോഗം എന്ന കാറ്റഗറിയാണ്. ഈ അടുത്ത് മരണപ്പെട്ട പ്രശസ്തരായ ആളുകളെ പറ്റിയാണ് പറയുന്നത്. ആദ്യത്തെ ആളാണ് ഡോക്ടർ KS മണിലാൽ. KS മണിലാൽ അഥവാ കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. അദ്ദേഹമാണ് ഹോർത്തൂസ് മലബാറിക്കസ് വിവർത്തനം ചെയ്തത്. ഇദ്ദേഹം ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബോട്ടണി വിഭാഗം തലവനായിരുന്നു. റീഡിയ എന്ന പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു. സാഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. 1989 ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ആൻജിയോസ്പേം ടാക്സോണമിയുടെ പ്രസിഡന്റുമായി 1989. 1999 ബൊട്ടാണിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി. സെന്റർ ഫോർ റിസർച്ച് ഇൻ ഇൻഡിജിനസ് നോളജ്, സയൻസ് ആൻഡ് കൾച്ചർ, അതിന്റെ ഷോർട്ട് ഫോം ആണ് CRIKSC. അത് കോഴിക്കോട് സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ KS മണിലാൽ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ഫ്ലോറ ഓഫ് കാലിക്കറ്റ് 1982, ഫ്ലോറ ഓഫ് സൈലന്റ് വാലി 88, ഹോർത്തൂസ് മലബാറിക്കസ് ആൻഡ് ദ സോഷ്യോ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ 2012, ബോട്ടണി ആൻഡ് ഹിസ്റ്ററി ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ് 1980.
അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന അവാർഡുകളാണ് പത്മശ്രീ 2020 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. വിശ്വംഭർപുരി മെഡൽ 1990 ലഭിച്ചിട്ടുണ്ട്. YD ത്യാഗി ഗോൾഡ് മെഡൽ 98 ലഭിച്ചിട്ടുണ്ട്. EK ജാനകി അമ്മാൾ ടാക്സോണമി അവാർഡ് 2003 ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇന്റർനാഷണൽ അവാർഡാണ് ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഓറഞ്ച് നെസോ നെതർലൻഡ്സ് എന്ന രാജ്യത്തിൽ നിന്ന് 2012 ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് ഡോക്ടർ KS മണിലാൽ. അടുത്ത വ്യക്തി S ജയചന്ദ്രൻ നായർ അന്തരിച്ചു. പിറവി, സ്വം എന്നീ സിനിമകളുടെ കഥയും തിരക്കഥയും രചിച്ച വ്യക്തിയാണ്. കലാകൗമുദി, സമകാലിക മലയാളം വരിക എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു. മികച്ച ജീവചരിത്രത്തിനും ആത്മകഥയ്ക്കുമുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2012 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ പ്രദക്ഷിണ വഴികൾ. സിനിമയെക്കുറിച്ചുള്ള മികച്ച പുസ്തകത്തിന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2018 കിട്ടിയത്. ആ കൃതിയാണ് മൗന പ്രാർത്ഥന പോലെ. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് റൊസാതലങ്ങൾ, പുഴകളും കടലും, അലകളില്ലാത്ത ആകാശം, ഉന്മാദത്തിന്റെ സൂര്യകാന്തികൾ, നിഴൽ വീഴാത്ത വെയിൽത്തുണ്ടുകൾ. അതിന്റെ കൂടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കൃതികളും കൂടെ ഉൾപ്പെടുത്തണം. മറ്റൊരു പ്രധാന വ്യക്തിയാണ് ജോർജ് കുമ്പനാട്. അദ്ദേഹം ഉപ്പായി മാപ്ല എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തിയാണ്. ഇതാണ് ആ വ്യക്തി. അദ്ദേഹത്തിന്റെ കാർട്ടൂണാണ് ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ ഉൾപ്പെടുന്ന ഒരു കാർട്ടൂണാണ് ഇത്. അടുത്ത വ്യക്തിയാണ് ഡോക്ടർ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആ ഒരു കാരണം കൊണ്ട് സ്മൈലിംഗ് ബുദ്ധ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 1975. പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1999. ജിമ്മി കാർട്ടർ അന്തരിച്ചു. US-ന്റെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അടുത്തത് ലോകവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. പുതുവർഷം ആദ്യം എത്തുന്ന രാജ്യം കിരിബതിയാണ്. അടുത്തിടെ HMPV എന്ന രോഗം, HMPV എന്നാൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണ്. ഇതിന്റെ വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ചൈനയാണ്. പിന്നെ അടുത്തിടെ പൊട്ടിത്തെറിച്ച ഹവായിയിലെ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് കിലൗവയ. അടുത്തത് ചൈന അവതരിപ്പിച്ച ബുള്ളറ്റ് ട്രെയിനാണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിനാണ്. അതിന്റെ മോഡൽ നെയിമാണ് CR450. അത് ചൈനയും റെയിൽവേയും ഒക്കെ വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഈ 450 അതിന്റെ പരമാവധി വേഗതയാണ് കാണിക്കുന്നത്, 450 km/h. അടുത്തത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതിന്റെ ശേഷി 1200 മെഗാവാട്ടാണ്. ഇതോടെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ആണവ നിലയമായിട്ട് ചഷ്മ 5 മാറും. ഇതിന്റെ നിർമ്മാണത്തിൽ സഹകരിക്കുന്ന രാജ്യമാണ് ചൈന. അടുത്തത് US ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മൈക്ക് ജോൺസൺ. ഇന്ത്യ അതിർത്തിയോട് ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈന നിർമ്മിക്കുന്നുണ്ട്. അത് ഇന്ത്യ അതിർത്തിയോട് ചേർന്നിട്ടായതുകൊണ്ട് അത് വളരെയധികം വിവാദമൊക്കെ ആയിട്ടുണ്ട്. അത് ഇന്ത്യക്ക് അപകടകരമാണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് നിർമ്മിക്കുന്നത്? ചൈനയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് നിർമ്മിക്കുന്നത്. ബ്രഹ്മപുത്ര ചൈനയിൽ അറിയപ്പെടുന്ന പേരാണ് യാർലുങ് സാങ്പോ. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടും ചൈനയിലെ യാങ്സി നദിയിലാണ്. ആ അണക്കെട്ടിന്റെ പേരാണ് ദി ഗോർജസ്. അടുത്തത് ഒരാള് മരണപ്പെട്ടതാണ്. ലോകമുത്തശ്ശി എന്നറിയപ്പെടുന്ന ജാപ്പാനീസ് വനിതയായ ടോമിക്കോ ഇറ്റുക അന്തരിച്ചു. 116 വയസ്സായിരുന്നു. അടുത്തത് 2032 ഒരു ഉൽക്കാപതനം പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. സിറ്റി കില്ലർ വിഭാഗത്തിൽപ്പെട്ട ഉൽക്കയായ 2024 YR4. ഇതാണ് ഉൽക്കയുടെ പേര്, 2024 YR4. അത് സിറ്റി കില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അത് പതിക്കാൻ സാധ്യതയുള്ള വർഷം 2032 ആണ്. അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ മുംബൈ, പിന്നെ ബൊഗോട്ട, അത് കൊളംബിയയിലാണ്, ലാഗോസ് നൈജീരിയ. ഓക്കെ, ഈ 3 സ്ഥലങ്ങളിലാണ് അപകട സാധ്യത നിലനിൽക്കുന്നത്. പതിക്കാൻ സാധ്യത 2032. 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസമാണ് ജനുവരി 4.
സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനെയാണ് സൂപ്പർ സൺ എന്ന് പറയുന്നത്. പെരിഹീലിയൻ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. ആ വാക്ക് വരുന്നത് ഗ്രീക്ക് പദങ്ങളായ പെരി എന്നാൽ സമീപം, ഹീലിയോസ് അഥവാ സൂര്യൻ, ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് പെരിഹീലിയൻ എന്ന വാക്ക് വരുന്നത്. അടുത്ത പോയിന്റ്, 2024 ഗ്ലോബൽ പവർ സിറ്റി സൂചികയിൽ ലണ്ടൻ ഒന്നാം സ്ഥാനത്തെത്തി. ലണ്ടനാണ് ഒന്നാം സ്ഥാനത്ത്. ഏഷ്യയിൽ നിന്ന് ദുബായ് ആണ് ഏറ്റവും വലിയ റാങ്ക്, അത് 8ാം റാങ്കിലാണ് എത്തിയത്. അടുത്തത് 2025 US പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ബഹുമതി ലഭിച്ചത് കുറെ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലെ പ്രധാന വ്യക്തി ഒന്ന് ലയണൽ മെസ്സിയാണ്. മെസ്സിയുടെ ഇപ്പോഴത്തെ ഫുട്ബോൾ ക്ലബ്ബ് ഇന്റർ മയാമിയാണ്. വേറെ ഒരാളാണ് മാജിക് ജോൺസൺ, പിന്നെ ഹിലരി ക്ലിന്റൺ. ഇതൊക്കെ ഫേമസ് ആയ ആളുകളാണ്. അല്ലാതെ കുറച്ച് ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സിനിമാ നടനായിട്ടുള്ള ഡെൻസൽ വാഷിംഗ്ടണ് കിട്ടിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടി ലിബറൽ പാർട്ടി. അടുത്തത്, ലോകത്തിൽ ഇന്ത്യ ഫേമസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 2024 ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ IPO ലിസ്റ്റിംഗ് നടത്തിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള NSE ആണ്. അതിന്റെ ഫുൾ ഫോം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. IPO എന്നാൽ എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ഒരു സ്വകാര്യ കമ്പനി ആദ്യമായി അതിന്റെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്. ഇനി ലോകത്തിൽ ഒരു മലയാളി ഫേമസ് ആയ പോയിന്റ് ആണ്. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി ഒരു തിരുവല്ല സ്വദേശിയായ സീന സാറ മജ്നു കീഴടക്കി. 6 ദിവസം കൊണ്ടാണ് ലക്ഷ്യത്തിലെത്തിയത്. കിളിമഞ്ചാരോയുടെ ഉയരം 5895 മീറ്റർ ആണ്. കിളിമഞ്ചാരോ എന്ന വാക്കിന്റെ അർത്ഥം തിളങ്ങുന്ന മലനിര എന്നാണ്. അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയമാണ്. പരിഷ്കാരങ്ങളുടെ വർഷം, ഇയർ ഓഫ് റിഫോംസ് ആയിട്ട് പ്രഖ്യാപിച്ചു. അടുത്തത് വേവ്സ് ഉച്ചകോടി. പ്രഥമ വേവ്സ് ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഫെബ്രുവരി 5 മുതൽ 9 വരെയാണ്. വേവ്സിന്റെ ഫുൾ ഫോം വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് എന്നാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ നൽകുന്ന കമ്പനി എയർ ഇന്ത്യയാണ്. അടുത്തത്, ഒരു പദ്ധതിയുടെ കാലാവധി നീട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ കാലാവധി 2025-26 വരെ നീട്ടി. കാർഷിക മേഖലയിലെ സുസ്ഥിര ഉൽപാദനത്തെ പിന്തുണയ്ക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്തത്, പ്രവാസി ഭാരതീയ ദിവസം. 18ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ മുഖ്യ അതിഥി ആരാണ്? അത് ക്രിസ്റ്റീൻ കാർല കങ്കലു ആണ്. ആരാണത്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റീൻ കാർല കങ്കലു. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം. ഇനി ഇതിന്റെ ആഘോഷം നടക്കുന്നത് ജനുവരി 8 മുതൽ 10 വരെയാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ് നടക്കുന്നത്. ഈ വർഷത്തെ ആഘോഷത്തിന്റെ തീമാണ് ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്. സമ്മേളനത്തിലെ ആദ്യത്തെ ദിവസം ജനുവരി 8 യൂത്ത് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിച്ചു. അതിലെ ഒരു പ്രധാന മലയാളിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ് പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. അടുത്തത്, ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ ആണവ റിയാക്ടർ ആണ് ഭാരത് സ്മോൾ റിയാക്ടർ. ഇത് സ്വകാര്യ മേഖലയുമായി ചേർന്നാണ് സ്ഥാപിക്കുന്നത്. 220 മെഗാവാട്ടിന് താഴെയാണ് ശേഷി. അടുത്തത്, ഇന്ത്യയുടെ മെട്രോ ശൃംഖലയ്ക്ക് ഒരു പുതിയ റെക്കോർഡ് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ മെട്രോ ശൃംഖല 1000 കിലോമീറ്റർ കടന്ന് ലോകത്തിലെ 3ാമത്തെ മെട്രോ ശൃംഖലയായി. അടുത്തിടെ സ്വർ എന്ന പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. സ്വർ എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. അതിന്റെ ഫുൾ ഫോം സ്പീച്ച് ആൻഡ് റിട്ടൺ അനാലിസിസ് റിസോഴ്സ് എന്നാണ്. ഗുജറാത്തിലാണ്. അടുത്തത്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി അമൂല്യ, അക്ഷയ് ഇങ്ങനെ 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ കിട്ടിയിട്ടുണ്ട്, നിർമ്മിച്ച് ലഭിച്ചിട്ടുണ്ട്. ആരാണ് നിർമ്മിച്ചത്? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. അപ്പൊ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയാണ് നിർമ്മിച്ചത്. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകളായിട്ടുള്ള അമൂല്യ, അക്ഷയ് എന്നിവയാണ് നിർമ്മിച്ചു നൽകിയത്. അടുത്തത്, എയ്റോ ഇന്ത്യയുടെ 15ാമത് എഡിഷൻ യലഹങ്ക എയർബേസിൽ നടന്നു. യലഹങ്ക എന്ന് പറഞ്ഞാൽ ബംഗളൂരുവിലാണ്. അവിടെ വെച്ചാണ് എയ്റോ ഇന്ത്യയുടെ 15ാമത് എഡിഷൻ നടക്കുന്നത്.
ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ ഷോയാണ് എയ്റോ ഇന്ത്യ. എന്താണ് ഇതിന്റെ ലക്ഷ്യം? തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ HAL-ഉം, HAL എന്നാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്, പിന്നെ മിഡിൽ ഈസ്റ്റ്, ദക്ഷിണ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ വികസ്വര രാജ്യങ്ങളും തമ്മിൽ കരാർ. അപ്പൊ HAL ആരൊക്കെ തമ്മിലാണ്? മിഡിൽ ഈസ്റ്റ്, ദക്ഷിണ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ ഇവരൊക്കെ ആയിട്ട് കരാറുകൾ ഉറപ്പിക്കാനാണ് ഈ ഒരു എയർ ഷോയിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്തതൊരു പ്രധാന പോയിന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. പക്ഷികളുടെ അല്ല, തീരദേശ പക്ഷികളുടെ, കോസ്റ്റൽ ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഗുജറാത്തിലെ ജാംനഗറിലെ മറൈൻ നാഷണൽ പാർക്കിലാണ് സെൻസസ് നടത്തുക. അപ്പൊ ഓപ്ഷനിൽ ചിലപ്പോൾ ഗുജറാത്ത് ഉണ്ടാവില്ല, ജാംനഗർ ആയിരിക്കും ഉണ്ടാവുക. ഗുജറാത്ത് വനം വകുപ്പും ബേർഡ് കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഗുജറാത്തും സംയുക്തമായാണ് സെൻസസ് നടത്തുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, മണ്ണിലെ വിഷാംശം ഭക്ഷിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി. ആരാണ്? IIT ബോംബെയിലാണ് കണ്ടെത്തിയത്. IIT ബോംബെ ഡെവലപ്സ് ബാക്ടീരിയ ടു കൺസ്യൂം ടോക്സിക് പൊല്യൂട്ടൻസ് ഇൻ സോയിൽ ആൻഡ് പ്രൊഡ്യൂസ് ഹെൽപ്ഫുൾ ന്യൂട്രിയൻസ്. മണ്ണിലുള്ള ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ ഭക്ഷിച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് കണ്ടെത്തിയത് IIT ബോംബെ. ഇനി വ്യക്തികൾ ആരൊക്കെയാണ്? പ്രശാന്ത് ഫെയിൽ, അണ്ടർ ഹൂസ് ഗൈഡൻസ് സന്ദേശ് പപ്പാടെ ക്യാരിഡ് ഔട്ട് ദ റിസർച്ച്. റിസർച്ച് നടത്തിയത് ആരാണ്? സന്ദേശ് പപ്പാടെയാണ്. അദ്ദേഹത്തിന് ഗൈഡൻസ് നൽകിയത് പ്രശാന്ത് ഫെയിൽ എന്നോ പാലെന്നോ ഒക്കെ ആയിരിക്കും പേര് വരിക. ഓക്കെ, ഇനി കണ്ടെത്തിയ ബാക്ടീരിയകൾ സ്യൂഡോമോണാസ്, അസിനറ്റോബാക്ടർ വിഭാഗങ്ങളിൽ പെടുന്ന ബാക്ടീരിയകളാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് ഉപയോഗിക്കാവുന്ന ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് ഉപയോഗിക്കാവുന്ന ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. ഇത് ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കാനൊക്കെ വളരെ ഉപയോഗപ്രദമാവുമെന്നൊക്കെ കരുതപ്പെടുന്നുണ്ട്. അടുത്തത്, റിപ്പബ്ലിക് ദിനം പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓക്കെ, കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ വരുന്നുണ്ട്. കേരളവും റിപ്പബ്ലിക് ഡേയിൽ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്യുന്ന സ്ഥിരം രീതിയിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ പദ്ധതിയിടുന്നുണ്ട്. അടുത്തത്, കന്യാകുമാരിയിൽ വന്നിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. കടലിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കന്യാകുമാരിയിൽ വന്നിട്ടുള്ളത്. നീളം 77 മീറ്റർ, വീതി 10 മീറ്റർ. വിവേകാനന്ദ പാറ മുതൽ തിരുവള്ളുവർ പ്രതിമ വരെയാണ് ഈ ഒരു ബ്രിഡ്ജ്. ചെലവ് 37 കോടി രൂപ. ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. അടുത്ത പോയിന്റ്, ആദിവാസി സമൂഹങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷൻ പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ആരംഭിച്ചു. എന്താണ് ആരംഭിച്ചത്? പഞ്ചായത്ത് സേ പാർലമെന്റ്. അത് ആരംഭിച്ചത് ദേശീയ വനിതാ കമ്മീഷനാണ്. എന്തിനു വേണ്ടിയാണ്? ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് 2025 ജനുവരി 6-ന്. അടുത്ത പോയിന്റ്, വന ആവാസ വ്യവസ്ഥയെ ഹരിത GDP-യുമായി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇതിന്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക ആസൂത്രണവും വിഭവ വിഹിതവും മെച്ചപ്പെടുത്തൽ, പാരിസ്ഥിതിക സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്ന നയങ്ങൾ സൃഷ്ടിക്കൽ. ഇത്രയുമാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. അടുത്ത പോയിന്റ്, സ്റ്റാൻഡേർഡ് ബ്രെയിലി കോഡുകൾ പുറത്തിറക്കി. ബ്രെയിലി എന്ന വ്യക്തിയുണ്ട്, ലൂയിസ് ബ്രെയിലി, ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ 216-ാം ജന്മവാർഷികത്തിലാണ് എന്ത് പുറത്തിറക്കിയത്? സ്റ്റാൻഡേർഡ് ഭാരതി ബ്രെയിലി കോഡുകൾ പുറത്തിറക്കിയത്. ഇനി ആരാണ് പുറത്തിറക്കിയത്? NIPVD എന്ന സ്ഥാപനമാണ്. അതിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് വിഷ്വൽ ഡിസബിലിറ്റീസ്, NIPVD. ഈ സ്ഥാപനമാണ് പുറത്തിറക്കിയത്. ഇനി രാജേഷ് അഗർവാളാണ് ഈ പുസ്തകം വെർച്വൽ ആയിട്ട് പുറത്തിറക്കിയത്. അടുത്തത്, 2025-ൽ 25-ാം വാർഷികം ആചരിക്കുന്ന തിരുവള്ളുവർ പ്രതിമയെ തമിഴ്നാട് സർക്കാർ ജ്ഞാനത്തിന്റെ പ്രതിമയായി പ്രഖ്യാപിച്ചു. തിരുവള്ളുവർ പ്രതിമ ജ്ഞാനത്തിന്റെ പ്രതിമ 25-ാം വാർഷികത്തിലാണ്.
അടുത്ത പോയിന്റ്, രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ IIT ആണ് IIT ഗുവാഹത്തി. ഇത് കാരണം ഹൃദയ സംബന്ധ രോഗങ്ങൾ കണ്ടെത്താൻ അൾട്രാഫാസ്റ്റ് ഹൈ സെൻസിറ്റിവിറ്റി പോയിന്റ് ഓഫ് കെയർ ഡിറ്റക്ഷൻ കിറ്റ് സൃഷ്ടിക്കപ്പെട്ടു. IIT ഗുവാഹത്തിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ ഒരു മലയാളി ഫേമസ് ആയ ഒരു നിമിഷമാണ്. ഈയിടെ സുപ്രീം കോടതി ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് JK വിനോദ് ചന്ദ്രൻ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, പ്രവാസി ഭാരതീയ സമ്മാനം ലഭിച്ച മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. 2024 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഓപ്പൺ വിഭാഗത്തിൽ മാഗ്നസ് കാൾസണും ഇയാൻ നിപ്പോനിയാഷിയും സംയുക്ത ജേതാക്കളായി. ഇയാൻ നിപ്പോനിയാഷി റഷ്യക്കാരനാണ്. ഇവര് എന്തായിട്ട് മാറി? സംയുക്ത ജേതാക്കളായി. ആദ്യമായിട്ടാണ് സംയുക്ത ജേതാക്കൾ ഈ വിഭാഗത്തിൽ ഉണ്ടാവുന്നത്. അത് പുരുഷ വിഭാഗത്തിലാണ്. ഇനി വനിതാ വിഭാഗത്തിൽ കിരീടം ജൂ വെൻജുൻ എന്ന വ്യക്തിയാണ്, ചൈനക്കാരിയാണ്. വൈശാലി എന്ന ഇന്ത്യക്കാരിക്ക് വെങ്കലം കിട്ടിയിട്ടുണ്ട്. അത് ചെസ്. ഇനി ക്രിക്കറ്റിൽ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറാണ് ജസ്പ്രീത് ബുംറ. പലരും 2ാം റാങ്ക് വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ 1ാം റാങ്കിൽ എത്തുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. പേര് ജസ്പ്രീത് ബുംറ. അടുത്തത്, പൂനെയിൽ നടന്ന ദേശീയ അണ്ടർ-9 പെൺകുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയത് ദിവി ബിജേഷ്. മലയാളിയാണ്, തിരുവനന്തപുരംകാരിയാണ്. പൂനെയിൽ നടന്ന ദേശീയ അണ്ടർ-9 പെൺകുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയത് ദിവി ബിജേഷ് ആണ്. അടുത്തത്, ക്രിക്കറ്റിലെ മറ്റൊരു പോയിന്റ് ആണ്. പുറത്താകാതെ ഏറ്റവും കൂടുതൽ ലിസ്റ്റ് എ റൺസ് നേടുന്ന പുതിയ ലോക റെക്കോർഡ് നേടിയതാരാണ്? കരുൺ നായരാണ്. അദ്ദേഹം 5 ഇന്നിങ്സുകളിൽ നിന്ന് പുറത്താവാതെ 542 റൺസ് നേടി. അതായത് ഒരു ഇന്നിങ്സ് കളിച്ചു, കുറച്ച് റൺ എടുത്തു, ഔട്ടായില്ല. അടുത്ത കളിയിൽ പിന്നെ അടുത്ത ഇന്നിങ്സിൽ റൺ എടുത്തു, ഔട്ടായില്ല. പിന്നെ റൺ എടുത്തു, ഔട്ടായില്ല, റൺ എടുത്തു. അങ്ങനെ 5ാമത്തെ ഇന്നിങ്സിലാണ് അദ്ദേഹം ഔട്ടാവുന്നത്. ആ സമയം കൊണ്ട് അദ്ദേഹം നേടിയ റണ്ണാണ് 542. അദ്ദേഹം വിദർഭ ടീമിന് വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത്. പഴയ റെക്കോർഡ് ആരുടെ പേരിലായിരുന്നു? ജെയിംസ് ഫ്രാങ്ക്ലിൻ എന്ന ന്യൂസിലാൻഡിന്റെ പ്ലെയറിന്റെ പേരിലായിരുന്നു. രഞ്ജി ട്രോഫിയിൽ ഈ വിദർഭ ടീം കേരളത്തിനെ തോൽപ്പിച്ച് കിരീടം നേടിയിട്ടുണ്ട്. അത് വിദർഭ ടീമുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. ആ ടീമിലാണ് ആര് കളിക്കുന്നത്? കരുൺ നായർ കളിക്കുന്നത്. അടുത്തത്, 38ാമത് ദേശീയ ഗെയിംസിനുള്ള ദീപശിഖയുടെ പേരാണ് തേജസ്വിനി. ഈ ഗെയിംസിന്റെ ആതിഥേയത്വം ഉത്തരാഖണ്ഡാണ് വഹിക്കുന്നത്. ഈ ദീപശിഖയും വഹിച്ചുള്ള യാത്ര 13 ജില്ലകളിലൂടെ 3823 കിലോമീറ്റർ സഞ്ചരിച്ച് ഡെറാഡൂണിലാണ് സമാപിക്കുന്നത്. അടുത്തത്, ഖോഖോ ലോകകപ്പ്. ആദ്യത്തെ ലോകകപ്പാണ് ഖോഖോയിലെ. അത് എവിടെയാണ് നടന്നത്? ഡൽഹിയിലാണ്. അതില് ഭാഗ്യചിഹ്നങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പുരുഷന്മാരുടെ ഭാഗ്യചിഹ്നമാണ് തേജസ്. അത് നീല നിറത്തിലുള്ള ഗസൽ എന്ന ഒരു ജീവിയാണ്. വനിതകളുടെ ആണെങ്കിൽ താര എന്നാണ് അതിന്റെ പേര്. ഓറഞ്ച് നിറത്തിലുള്ള ഗസേലാണ്. ഇനി ഈ ലോകകപ്പിൽ ജേതാക്കളായത് 2 വിഭാഗത്തിലും പുരുഷനും വനിതാ വിഭാഗത്തിലും ഇന്ത്യ തന്നെയാണ്. 2ലും റണ്ണറപ്പ് ആയത് നേപ്പാളാണ്. ഓക്കെ, അടുത്തത് കബഡിയാണ്. പ്രോ കബഡി ലീഗ് 2024. അതിലെ ജേതാക്കൾ ഹരിയാന സ്റ്റീലേഴ്സ് ആണ്. റണ്ണറപ്പ് ആയത് പാറ്റ്ന പൈറേറ്റ്സ് ആണ്. അടുത്തത്, സന്തോഷ് ട്രോഫി. അതിന്റെ 78ാം പതിപ്പാണ് 2024 നടന്നത്. ആരാണ് ജയിച്ചത്? പശ്ചിമ ബംഗാൾ ജയിച്ചു. ആരെ തോൽപ്പിച്ചു? കേരളത്തിനെ തോൽപ്പിച്ചു. അടുത്തത് 2 പ്രധാന പുരസ്കാരങ്ങളാണ്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അതുപോലെ 2025 AIFFന്റെ പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയതാരാണ്? സായ് പരഞ്ച്പേ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് ഇദ്ദേഹത്തിന് 2006 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പത്മഭൂഷൺ ഒക്കെ കിട്ടിയ ഒരു പ്രധാന വ്യക്തിയാണ്. അദ്ദേഹത്തിന് 2025 കിട്ടിയ അവാർഡാണ് പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. പേര് സായ് പരഞ്ച്പേ. അടുത്തത്, ആത്മാവിന്റെ സങ്കേതങ്ങൾ എന്ന ഒരു ഡോക്യുമെന്ററി ആണ്. അതിന്റെ മുഴുവൻ പേര്
ആത്മാവിന്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. ഈ ഡോക്യുമെന്ററിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ സംവിധായകൻ വേണു നായരാണ്. ഇനി ഇതിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജർമ്മനിയിലെ ബ്രാൻഡൻബർഗ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും റഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിനിമ ആൻഡ് പെർഫോമിംഗ് ആർട്സ് ഫെസ്റ്റിവലിലും മികച്ച ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഭൂട്ടാനിലെ ഡ്രക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, കൽക്കട്ട ഇന്റർനാഷണൽ കൾട്ട് ഫിലിം ഫെസ്റ്റിവൽ, റൊമാനിയയിലെ ഈസ്റ്റേൺ യൂറോപ്പ് ഫിലിം ഫെസ്റ്റിവൽ, സ്റ്റാർ ഹോളിവുഡ് അവാർഡുകൾ, ലോസ് ഏഞ്ചലസ് അന്താരാഷ്ട്ര മേള തുടങ്ങിയവയിലും പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പൊ ഭൂട്ടാൻ, ലോസ് ആഞ്ചലസ്, ജർമ്മനി, പിന്നെ സ്വീഡൻ, അങ്ങനെ പല സ്ഥലങ്ങളിലും പുരസ്കാരം നേടിയ ഒരു ഡോക്യുമെന്ററി ആയതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംവിധാനം വേണു നായർ. അടുത്തത് മൗലാന അബുൽ കലാം ആസാദ് പുരസ്കാരം. ഇത് നേടിയത് ചണ്ഡീഗഡ് സർവകലാശാലയാണ്. അപ്പൊ ഇത് സർവകലാശാലകൾക്ക് കിട്ടുന്ന ഒരു പുരസ്കാരമാണ്. 2024 നേടിയത് ചണ്ഡീഗഡ് സർവകലാശാലയാണ്. അതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ സ്വകാര്യ സർവകലാശാലയാണ് ചണ്ഡീഗഡ് സർവകലാശാല. എന്തിനാണ് ഈ പുരസ്കാരം കിട്ടുന്നത്? അത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് കിട്ടുന്ന പുരസ്കാരമാണ്. പുരസ്കാര തുക 15 ലക്ഷം രൂപയാണ്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പോയിന്റ് ആണ് അർജുന അവാർഡ് നേടിയ ഇന്ത്യൻ ഹോക്കി താരം സഞ്ജയ് കുമാർ. ഈ സർവകലാശാല ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിലെ BA വിദ്യാർത്ഥിയാണ്. രണ്ടാം സ്ഥാനം നേടിയത് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ്. സമ്മാനം 7.5 ലക്ഷം. മൂന്നാം സ്ഥാനം നേടിയത് ഗുരു നാനക് ദേവ് യൂണിവേഴ്സിറ്റി അമൃത്സർ ആണ്. 4.5 ലക്ഷമാണ് സമ്മാനം. രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ്. അടുത്തത് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒറ്റ പോയിന്റ് ആണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെയാണ്? ആറന്മുളയിലാണ്. അടുത്തത് കുറച്ച് അവാർഡുകളാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട. അതിൽ ഖേൽരത്ന വരുന്നുണ്ട്, അർജുന വരുന്നുണ്ട്, ദ്രോണാചാര്യ വരുന്നുണ്ട്. ഞാൻ അതിന്റെ ലിസ്റ്റ് ഇവിടെ ഓരോ സ്ലൈഡിലായിട്ട് കൊടുക്കാം. അതെല്ലാം കാണാതെ പഠിക്കേണ്ടതാണ്. അത് വെറുതെ വായിച്ച് സമയം കളയുന്നില്ല. അടുത്തത് സിനിമാ വിഭാഗത്തിലെ ഒരു പ്രധാന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലോബ് 2025. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള പോയിന്റ്സ് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മികച്ച സിനിമ തന്നെ പല വിഭാഗത്തിലുണ്ട്. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ എമിലിയ പെരസ്, ഡ്രാമ വിഭാഗത്തിൽ ദ ബ്രൂട്ടലിസ്റ്റ്, ആനിമേഷൻ വിഭാഗത്തിൽ ഫ്ലോ, പിന്നെ ബോക്സ് ഓഫീസിൽ നല്ല പ്രതികരണം കിട്ടിയ സിനിമ വിക്കഡ്. അങ്ങനെ പല കാറ്റഗറിയിലും ഒരേ അവാർഡ് തന്നെയുണ്ട്. അങ്ങനെ ഉള്ള പ്രധാന പോയിന്റ്സ് ഈ സ്ലൈഡിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി അടുത്തടുത്ത സ്ലൈഡുകളിൽ ഉണ്ട്.